ഹായ് ചങ്ങാതീസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ കണ്ടന്റ് എന്താണ്, അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. യെസ്, നമ്മുടെ സ്വന്തം രേണു സുധി ആൻഡ് കിച്ചുട്ടൻ. അപ്പോൾ അവർ രണ്ടുപേരാണ് ഇന്നത്തെ നമ്മുടെ കണ്ടന്റ്, അല്ലെങ്കിൽ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് അവരാണ്. സോ ഇതിനോടകം തന്നെ ഒരുപാട് പേര് ഒരുപാട് നെഗറ്റീവിലും പോസിറ്റീവിലും ഒക്കെ റിവ്യൂസും കാര്യങ്ങളൊക്കെ അവരെ പറ്റിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ലേറ്റ് ആണ്, ഞാൻ വീഡിയോ ചെയ്യണോ വേണ്ടയോ എന്ന് ആലോചിച്ചിരുന്നിട്ടാണ് കേട്ടോ ആക്ച്വലി ഇത്ര ലേറ്റ് ആയത്. ബിക്കോസ് ആദ്യം ഈ രേണു സുധീൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര നെഗറ്റീവായിരുന്നു. ഇപ്പോൾ ഈ അടുത്തൊരു 5-6 ദിവസമായി തോന്നുന്നു, ഒരു അഭിശ്രീ എന്ന് പറയുന്ന യൂട്യൂബേഴ്സ്, ആ ചേട്ടനും ആളും കൂടെയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലായത് യെസ്, ഇതിനകത്തെ ഫയർ ഇതുവരെ നിന്നിട്ടില്ല, എന്തുകൊണ്ട് അങ്ങനെയും ചിന്തിച്ചുകൂടാ അല്ലേ. അപ്പോൾ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയ ഫസ്റ്റത്തെ വീഡിയോ ഞാനിവിടെ കൊടുക്കാം. ഇത് ആക്ച്വലി എനിക്ക് മാത്രമല്ല, ആദ്യമായിട്ട് ഇത് കാണുന്ന എല്ലാവർക്കും നെഗറ്റീവായിട്ട് തന്നെ തോന്നാനാണ് ചാൻസ്. വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാവേ. അവളില്ലെങ്കിൽ ഞാനല്ലേ ഓക്കെ. അപ്പോൾ ഫസ്റ്റ് എനിക്ക് നെഗറ്റീവായിട്ട് തന്നെ തോന്നി. അയ്യോ, ഇതെന്താ പെട്ടെന്ന് എന്താ പറ്റി, ഇത്രയും നാൾ നല്ല ഡീസൻ്റായി സൈലൻ്റായി ഇരുന്നിട്ട് പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്ന് അങ്ങനെ തോന്നിപ്പോയ ഒരു വീഡിയോ ആണ് ഞാൻ നേരത്തെ ഇപ്പോൾ പ്ലേ ചെയ്ത വീഡിയോ. പിന്നെ അതിനെ തുടർന്ന് പിന്നെ കണ്ടതാണ് ദാസേട്ടനായിട്ടുള്ള കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ. അതും എനിക്ക് നെഗറ്റീവായിട്ട് തന്നെയാണ് തോന്നിയത്. നെഗറ്റീവായിട്ട് തോന്നുന്നത് ആക്ച്വലി നമ്മുടെ പ്രശ്നമാണ്, എൻ്റെ പ്രശ്നമാണ്. ഞാൻ കൊണ്ടു കൊടുക്കുമോ ആ ചേച്ചിക്ക് ജീവിക്കാനുള്ളത്? ഇല്ല. പിന്നെ എന്തിനാണ് നമ്മൾ വെറുതെ നെഗറ്റീവ് പറയുന്നത്? നെഗറ്റീവ് പറയുന്നതുകൊണ്ട് നമ്മൾ ആ ചേച്ചിക്ക് ജീവിക്കാനുള്ളത് കൊടുക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നമ്മൾ നെഗറ്റീവായിട്ട് പറയുന്നതിനെക്കാട്ടിലും മുമ്പ് എല്ലാവരും ഒന്ന് ചിന്തിക്കുന്നേ നന്നായിരിക്കും. പിന്നെ വേറൊരു സംഭവം ഉണ്ടായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ പെർഫ്യൂമിൻ്റെ കേസ് വന്നില്ലേ, അത് കണ്ടപ്പോഴും എനിക്ക് തോന്നിയിരുന്നു, എന്താ ഇങ്ങനെ പറയുന്നേ, സ്വന്തം ഭർത്താവിൻ്റെ വേർപ്പിൻ്റെ വിത്ത് എക്സ്പ്രഷനാണ് ആ ചേച്ചി പറയുന്നത്. എന്തൊരു മണമാണ്, എന്ത് പൊട്ട മണമാണെന്ന്, അത് നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളിവിടെ നോടും എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിരുന്നു, അതെന്താ അങ്ങനെ പറയണേ, അങ്ങനെ പറയാൻ പാടുമോ, അതും 1 year ആയിട്ട് എൻ്റെ സുധിച്ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയാൻ പാടുമോ എന്ന് ആദ്യം ആ വീഡിയോ കണ്ടപ്പോൾ എനിക്കും തോന്നി. പിന്നെ ഐ റീതിങ്ക്, ഇപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ ബനിയൻ, അതായത് ഇന്നർ ബനിയൻ ഇടില്ലേ അവർ, ഷർട്ട് ഇടുമ്പം ഇന്നർ ബനിയൻ ഇടും. അപ്പോൾ ഒരു സ്പ്രേൻ്റെയും അവരുടെ വെയർപ്പിൻ്റെ ഒക്കെ കൂടെ മണമാണ്. അത് നമ്മൾ ഭാര്യമാർക്ക് ഇഷ്ടപ്പെടൂ, ആ മണം വേറൊരാൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ആൾ ആ സ്പ്രേ യൂസ് ചെയ്യാത്തത്. ഇപ്പോഴെടുത്ത് വെച്ചിട്ട് എനിക്ക് ഹസ്ബൻഡിൻ്റെ മണം വേണം, അല്ലെങ്കിൽ ആ ഒരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യണം തോന്നിയാൽ നമ്മൾ ചെന്നെടുത്താൽ ഒരാൾ പറയുന്നുണ്ട് അതിപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്, ഞാൻ ഇടയ്ക്ക് പോയി സ്മെല്ല് ചെയ്ത് നോക്കും എന്നുള്ളത് പറയുന്നുണ്ട്. വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് വീഡിയോ ഞാനിവിടെ കൊടുക്കാവേ. ലക്ഷ്മി നക്ഷത്രം ഉണ്ടാക്കി വാങ്ങിച്ചുകൊണ്ടുവന്ന പെർഫ്യൂം തീർന്നോ ബാക്കിയുണ്ടോ? അയ്യോ, ആ പെർഫ്യൂം അടിക്കുന്ന പെർഫ്യൂം അല്ല. നിങ്ങൾ എപ്പോഴും കമന്റ് ഞാൻ എപ്പോഴും കാണാറുണ്ട്, പെർഫ്യൂം തീർന്നു, പെർഫ്യൂമിന്റെ മണം തീർന്നു, ദാസേട്ടന്റെ മണം അടിച്ച് പെർഫ്യൂം ആക്കുക. ഇതൊക്കെ എപ്പോഴും എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ആ പെർഫ്യൂം അടിക്കാനുള്ളതല്ല. അത് സുധിച്ചേട്ടന്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ അത് എനിക്കും കിച്ചുവിനും പിന്നെ എന്റെ വീട്ടുകാർക്കും കുറച്ചു പേർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു സ്മെല്ലാണ്. അത് അടിച്ചിട്ടേ ഇല്ല, ഇന്ന് ഈ നിമിഷം വരെ ദേഹത്ത് അടിക്കുന്ന പെർഫ്യൂം അല്ല അത്. സുധിച്ചേട്ടനെ ഓർക്കുമ്പോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മണം വേണമെന്നത് തുറന്നിട്ടൊന്ന് മണക്കുമ്പോ തന്നെ ഞങ്ങൾക്ക് അറിയാം സുധിച്ചേട്ട സാന്നിധ്യം എവിടെയോ ഉണ്ടെന്ന്. അതിന് വേണ്ടിയിട്ടുള്ള പെർഫ്യൂമാണ്, അല്ലാതെ അത് അടിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് അത് മണത്താ ഇവിടെ നോടും, അതുപോലത്തെ ഒരു സ്മെല്ല്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ സംഭവം. അത് നമുക്ക് ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ലല്ല അത്. നിങ്ങളെല്ലാവരും അത് ആക്സെപ്റ്റ് ചെയ്യൂ. പിന്നെ വന്നിട്ട് നമ്മുടെ ഓൺലൈൻ മീഡിയക്കാർക്ക് എന്താടോ ആര്യരെ നന്നാവാതെ, എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നേ. അത് ആദ്യം നല്ല ചിരിച്ച് കളിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്, പിന്നെ അത് വന്നിട്ട് നെഗറ്റീവിലോട്ട് അവരുടെ മനസ്സിങ്ങനെ ചുരണ്ടുന്നുണ്ടായിരുന്നിട്ട് ചില ഓൺലൈൻ മീഡിയാസിൻ്റെ ചില ചോദ്യങ്ങൾ കേൾക്കാം. അത് കിച്ചുവും രേണുവും കൂടെ ഇരിക്കുന്ന ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ അകത്താണ്. എന്തെങ്കിലും കിട്ടുമോ എന്ന് അറിയാനുള്ള ആ ഒരു ത്വര കൊടുക്കാവേ. അമ്മ വേറൊരു വിവാഹം കഴിക്കുന്നതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താ? അമ്മയുടെ ഇഷ്ടം. അതെ, അമ്മ പക്ഷെ പറയുന്നുണ്ട് ഒരു കാരണവശാലും ഇനി ഒരു വിവാഹം കഴിക്കില്ല എന്നാ അമ്മ പറയുന്നത്. പക്ഷെ നിങ്ങൾ 2 ആൺകുട്ടികളാണ്, നിങ്ങൾ വളർന്ന് നിങ്ങളുടേതായ കാര്യം നോക്കി പോകുമ്പോൾ അമ്മ ഒറ്റയ്ക്കാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോ എന്താ തോന്നുന്നത്? അമ്മയ്ക്ക് അങ്ങനെ ഒരു കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്. ഉണ്ടാവും, കൂടെ ഉണ്ടാവും. അതിലെല്ലാം ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ കിച്ചുവിൻ്റെ പഠനകാര്യങ്ങളെല്ലാം നോക്കുന്നത് ഫ്ലവേഴ്സ് TV ആണ്. ആള് സ്ഥിരമായിട്ട് ആളുടെ അച്ഛൻ്റെ വീട്ടിൽ നിന്നിട്ടാണ് പഠിക്കുന്നത്. എല്ലാവരും വിചാരിക്കുന്നു ഈ മരണം കഴിഞ്ഞതിന് ശേഷം രേണു വേറെ കല്യാണം കഴിക്കാൻ വേണ്ടി ചെക്കൻ അവിടെ നിർത്തിയിരിക്കുകയാണ്.
എന്താണ് ഹേ? പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്ത്രീകൾ തന്നെ സ്ത്രീകളെ നെഗറ്റീവായിട്ട് കാണുമ്പം നമുക്ക് ചേട്ടന്മാരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും എല്ലാവരും ഒന്ന് ചിന്തിക്കുക. ലാസ്റ്റ് ഫൈനലി ഞാൻ കണ്ട ഒരു വീഡിയോ ആണ് നമ്മുടെ ലക്ഷ്മി നക്ഷത്രയുടെ ഒരു വീഡിയോ. എല്ലാവരും ചെന്ന് ചോദിക്കുന്നുണ്ട്, സുധി ചേട്ടൻ രേണു ചേച്ചീനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം, എന്താണ്? കറക്റ്റ് മറുപടിയാണ് ലക്ഷ്മി നക്ഷത്ര കൊടുക്കുന്നത്. കൊടുത്തേക്കാം. അവരുടെ ലൈഫ്, അവരുടെ ഇഷ്ടം, അവരുടെ റൂൾസ്. എന്താ ഇപ്പൊ നിങ്ങൾ ചോദിച്ചാ നിങ്ങൾ ആരാ എന്ന് അവർ ചോദിക്കും. എന്തിനാ വെറുതെ അവരവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ. അവരുടെ പാഷൻ എന്താണോ, എന്തിനാ നമ്മൾ മറ്റുള്ളവരുടെ ലൈഫിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട. അവർക്ക് ഇഷ്ടം. ഇപ്പൊ ഇയാൾ ഒരു മിനിറ്റ്, ഇയാൾ ഓൺലൈൻ മീഡിയ അല്ലേ, ആ ഫേസ് ഒന്ന് കാണിക്കൂ, ഇതല്ലേ ഇഷ്ടം. അത് ഓരോരുത്തരുടെ ഇഷ്ടല്ലേ. അവരുടെ ഇഷ്ടം എന്താണോ അവരുടെ ഇഷ്ടത്തിന് ഓരോരുത്തർക്കും. അതെ, എല്ലാവർക്കും ജീവിക്കാൻ, ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് എല്ലാവർക്കും റൈറ്റ്സ് ഉണ്ട്. എന്തിനാണ് ഹേ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് വെറുതെ വലിഞ്ഞു നോക്കുന്നത്? ദാസേട്ടനായിട്ട് വന്നു. പിന്നെ വേറൊരു പുതിയൊരു ആൽബം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ. പല റീൽസിലും ഞാൻ കണ്ടിട്ടുണ്ട് ആ ചെക്കൻ കൈ വെക്കുമ്പോൾ ഇതിങ്ങനെ കൈവയ്ക്കുന്നത്, ടച്ച് ചെയ്യുന്ന കൂടിയില്ല. അതായത് സീൻ എടുക്കുമ്പോൾ ഷോർട്സിൻ്റെ കാര്യമല്ല കേട്ടോ പറയുന്നത്, അതല്ലാതെ വേറെ റീൽസ് ആയിട്ട് വരുന്നില്ലേ, അതിനകത്തൊക്കെ ആ ചെക്കൻ അതിങ്ങനെ തൊടുന്ന കൂടിയില്ല. എനിക്കിപ്പോൾ ഈ സൈഡ് ആയതുകൊണ്ട് കാണിച്ചു തരാൻ. അതായത് ഇപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെയാണ് ആൾ പിടിക്കുന്നത്. ഞാൻ ഈ അടുത്ത് കണ്ടത് അവരൊരു ആ വീഡിയോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഷോർട്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ കൊടുക്കാണ്ടോ. അപ്പോൾ അതല്ല, മനസ്സിലാക്കൂ ഹേ. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാതെ സ്വന്തം ജീവിതം ഹാപ്പി ആക്കാനായിട്ട് എല്ലാവരും നോക്കുക. ഞാനും അതിന് തന്നെയാണ് ശ്രമിക്കുന്നത്. സോ അപ്പോൾ എല്ലാവരും ഈ ലക്ഷ്മി നക്ഷത്ര ആ ചേച്ചിയുടെ ലക്ഷ്മിയുടെ ആ ഒരു ക്ലോസിലേക്ക് നമുക്ക് അങ്ങനെ വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും അവരവരുടെ ലൈഫ് വലുതാണ്. എല്ലാവരും അത് ഹാപ്പി ആക്കാനായിട്ട് നോക്കുക. മറ്റുള്ളവർക്ക് എത്രത്തോളം സന്തോഷം കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നോ അതും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഹാപ്പി ആയിട്ട് പോവാം. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ ബൈ.